നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി ഒരു പ്രധാന കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാം. നമ്മളെ, അതായത് ഭൂമിയും അതിലെ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല എന്നല്ല, അറിയില്ല എന്നത് മാത്രമാണ് ഇതിൻ്റെ ഉത്തരം. ചിലപ്പോൾ നമ്മളെയെല്ലാം ഭൂമിക്ക് പുറത്തുള്ള ആരൊക്കെയോ ഏതു സമയത്തും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത അത്യന്തം ഭീതിപ്പെടുത്തുന്നതാണ്. UFO, they are always watching us. നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ആകാശത്തിലൂടെ പറക്കുന്ന ഒരു അജ്ഞാത വസ്തുവിനെയാണ് UFO അല്ലെങ്കിൽ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നത്. UFO എന്നത് അന്യഗ്രഹ ബഹിരാകാശ വാഹനങ്ങളാണെന്ന് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നു. UFO വിവരണങ്ങൾ എന്നത് തിളങ്ങുന്ന പ്രകാശഗോളങ്ങൾ മുതൽ ഡിസ്ക് അല്ലെങ്കിൽ പറക്കുംതളിക വരെയുള്ള വിവിധതരം ആകാശവസ്തുക്കളാണ്. കൂടുതൽ ആളുകളും UFO കണ്ടത് തളിക രൂപത്തിലാണ്. 1940 മുതൽ തളിക രൂപത്തിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ധാരാളം വസ്തുക്കൾ ആയിരക്കണക്കിന് ആളുകൾ കണ്ടതിൽ നിന്നാണ് പറക്കും തളിക എന്ന പദത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ UFO കണ്ടതിൻ്റെ രേഖകൾ പല ഗവൺമെൻറ്റിൻ്റെയും പക്കലുണ്ട്. UFOകളുടെ പലതരം ഫോട്ടോകളും അവ കണ്ടതായി അവകാശപ്പെടുന്നവരുമായുള്ള അഭിമുഖങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. UFO കണ്ടവരിൽ പണ്ടത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ശ്രീ ജിമ്മി കാർട്ടർ വരെ ഉൾപ്പെടുന്നു. ഇതിനെപ്പറ്റി പല രീതിയിലുള്ള പഠനങ്ങൾ നടന്നെങ്കിലും ഇതുവരെ വ്യക്തമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല. സോളിഡായിട്ടുള്ള ഒരു എവിഡൻസും ബാക്കി വയ്ക്കാതെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ഈ UFOകൾ അല്ലെങ്കിൽ അന്യഗ്രഹ പേടകം എന്നുള്ളത് സത്യമാണ് എന്ന നിഗമനത്തിൽ മിക്ക ശാസ്ത്രജ്ഞരും എത്തിച്ചേർന്നിട്ടില്ല. എന്തൊക്കെയായാലും ശാസ്ത്രജ്ഞരുടെ ഈ കണ്ടെത്തലുകൾ പുതിയതായി UFOകൾ കണ്ടെന്ന ആളുകളുടെ റിപ്പോർട്ടുകളെ തടഞ്ഞില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആളുകൾ പിന്നെയും ധാരാളം അജ്ഞാത വസ്തുക്കളെ ആകാശത്ത് കാണുകയുണ്ടായി. വീണ്ടും UFO കാഴ്ചകൾ കൂടിക്കൂടി വരികയും ചെയ്തു. എന്നാൽ ഇതിനൊന്നും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ശാസ്ത്രജ്ഞരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതിനാൽ ചില UFO കാഴ്ചകൾ വിശദീകരിക്കാനാവാത്ത സത്യമായി ഇന്നും തുടരുന്നു. ഇന്നും ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന UFO അല്ലെങ്കിൽ പറക്കും തളിക പോലുള്ള വസ്തുക്കൾ ബഹിരാകാശത്തു നിന്നുമുള്ള ഏലിയൻസിൻ്റെ സന്ദർശനമാകാം എന്നതാണ്. ഇനി നമുക്ക് ആകാശത്ത് കണ്ട അജ്ഞാത വസ്തുക്കളുടെ അല്ലെങ്കിൽ UFOകളുടെ ആധികാരികമായ ചില റിപ്പോർട്ടുകൾ പരിശോധിക്കാം. 1947 ഒരു പൈലറ്റായ കെന്നത്ത് അർണോൾഡ് തൻ്റെ വിമാനം പറത്തുന്നതിനിടെ വാഷിംഗ്ടണിലെ മൗണ്ട് റെയിനിയറിന് സമീപം 9 അതിവേഗ വസ്തുക്കളുടെ ഒരു കൂട്ടം ആകാശത്ത് കണ്ടതായി റിപ്പോർട്ട് ചെയ്തു. ഈ വസ്തുക്കളുടെ വേഗത മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്ററാണെന്ന് അദ്ദേഹം കണക്കാക്കി. ഒരു തളിക പോലെ രൂപമുള്ള ഈ വസ്തുക്കൾ നോക്കി നിൽക്കെ അസാമാന്യ വേഗതയിൽ പറന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. 2020 പെൻറ്റഗൺ നാവികസേനയുടെ പൈലറ്റുമാർ 3 വീഡിയോകൾ പുറത്തുവിട്ടു. സമഗ്രമായ അവലോകനത്തിന് ശേഷം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ഞൊടിയിടയിൽ പറന്ന് അപ്രത്യക്ഷമായ ഈ വസ്തുക്കളെക്കുറിച്ച് പഠിക്കാൻ അധികാരികൾ അന്വേഷണ സംഘങ്ങളെ ചുമതലപ്പെടുത്തി. എന്നാൽ ഈ പഠനം എങ്ങുമെത്താതെ ഇന്നും വിശദീകരിക്കാനാവാത്ത ഒരു പ്രതിഭാസമായി തുടരുന്നു. കനേഡിയൻ എയർ പൈലറ്റുമാർക്കും 2023 കാനഡയുടെ നോർത്ത് വെസ്റ്റ് ടെറിട്ടറികളിൽ ആകാശത്ത് വെച്ച് 2 അജ്ഞാത വസ്തുക്കൾ കാണാനിടയായി. ഉടൻ തന്നെ ഈ പൈലറ്റുമാർ കനേഡിയൻ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ടു. ഇവിടെ ആകാശത്ത് 2 അജ്ഞാത വസ്തുക്കൾ മനം മയക്കുന്ന വെളിച്ചത്തിൽ കുളിച്ച് നിശ്ചലമായി നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു. അത് നിങ്ങളുടെ തോന്നലാണോ എന്ന് പരിശോധിക്കാൻ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും വന്ന മെസ്സേജിന് മറുപടിയായി ഈ പൈലറ്റുമാർ പ്രതികരിച്ചത് ഞങ്ങൾക്ക് ഭ്രാന്തില്ല എന്നായിരുന്നു. ഏതാനും സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിവേഗതയിൽ പറന്ന് അപ്രത്യക്ഷമായ ഈ അജ്ഞാത വസ്തുക്കൾ എന്താണെന്നുള്ള ദുരൂഹത ഇന്നും തുടരുന്നു. 1997 അരിസോണയിലെ ഫീനിക്സിന് മുകളിൽ ത്രികോണാകൃതിയിലുള്ള ഒരു വലിയ വസ്തു പറക്കുന്നത് കണ്ടതായി ഒന്നിലധികം സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു. ഈ വസ്തുവിൻ്റെ വലിപ്പം വളരെ വലുതും വളരെ നിശബ്ദവും പ്രകാശങ്ങളുടെ ഒരു പരമ്പര തന്നെ പുറപ്പെടുവിക്കുന്നതുമാണെന്ന് നിരവധി സാക്ഷി വിവരണങ്ങളും ഫോട്ടോഗ്രാഫിക് തെളിവുകളും ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി അന്വേഷണങ്ങൾ നടക്കുകയും എന്നാൽ ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്തു. ഇതൊരു അന്യഗ്രഹ പേടകമാണെന്ന് ഇന്നും വിശ്വസിക്കുന്നു. 1980കളുടെ അവസാനത്തിൽ ഫ്ലോറിഡയിലെ ഗൾഫ് ബ്രീസിൽ നടന്ന UFO കാഴ്ചകളുടെ ഒരു പരമ്പരയെയാണ് ഗൾഫ് ബ്രീസ് 6 സൂചിപ്പിക്കുന്നത്.
കണക്കുകൾ പ്രകാരം ഒരു കൂട്ടം ഫ്ലോറിഡ നിവാസികൾ ഒരു വലിയ ത്രികോണാകൃതിയിലുള്ള വിചിത്രമായി പറക്കുന്ന വസ്തുക്കളുടെ ഒരു പരമ്പരയെ നേരിട്ട് കാണുകയുണ്ടായി. ഈ കാഴ്ചകൾ അന്യഗ്രഹജീവികൾ സഞ്ചരിക്കുന്ന ആകാശയാനങ്ങളാണെന്ന് ഇന്നും വിശ്വസിക്കുന്നു. ഔദ്യോഗിക അന്വേഷണങ്ങൾ നടന്നിട്ടും വ്യക്തമായ ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. 1966 ഓസ്ട്രേലിയയിലെ മെൽബണിൽ വെസ്റ്റാളിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിനു മുകളിൽ ഒരു വലിയ ഡിസ്ക് രൂപത്തിലുള്ള വസ്തു ആകാശത്തു നിന്നും താഴ്ന്നു വരുന്നത് കാണുകയുണ്ടായി. ഈ വസ്തു നിശബ്ദമാണെന്നും പ്രകാശം പുറപ്പെടുവിക്കുന്നതാണെന്നും വിവരിക്കപ്പെടുന്നു. അത് വീണ്ടും പറന്നുയരുന്നതിന് മുമ്പ് സമീപത്തെ വയലിൽ അല്പനേരം ഇറങ്ങിയതായി റിപ്പോർട്ട് ചെയ്തു. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ നിരവധി സാക്ഷികളാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. പലവിധ അന്വേഷണങ്ങൾ നടത്തിയിട്ടും അത് ഇന്നും അജ്ഞാതമായി തുടരുന്നു. 1956 ഇംഗ്ലണ്ടിലെ ലേക്കൻ ഹീത്ത് ബെൻ വാട്ടേഴ്സ് എയർബേസുകൾക്ക് മുകളിലൂടെ ആകാശത്ത് വിചിത്രമായ ലൈറ്റുകളോടെ നിശബ്ദമായി താണുപറക്കുന്ന തളിക രൂപത്തിലുള്ള 3 വസ്തുക്കൾ കാണാനിടയായി. ബ്രിട്ടീഷ് സൈനികർ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഈ സംഭവം ഇന്നും അജ്ഞാതമായി തുടരുന്നു. 1947 വാഷിംഗ്ടണിലെ പ്യൂഗറ്റ് സൗണ്ടിലാണ് മൗറി ദ്വീപ് സംഭവം നടന്നത്. ഡോനട്ടാകൃതിയിലുള്ള ഒരു വലിയ വസ്തു പ്യൂഗറ്റ് സൗണ്ടിലെ വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്നതായി ആളുകൾ കാണുകയുണ്ടായി. ലോഹത്തിൽ പണിത തളിക പോലുള്ള വസ്തുവിൽ നിന്ന് മനം മയക്കുന്ന പ്രകാശം പുറത്തു വന്നിരുന്നു. എന്നാൽ ഏതാനും മിനിറ്റിനുള്ളിൽ വസ്തു നിശബ്ദമായി ആകാശത്തിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷമായി. ഇത് കാണാനിടയായ അനേകം ആളുകൾ സംഭവം റിപ്പോർട്ട് ചെയ്തെങ്കിലും അന്വേഷണത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിന്നും ദുരൂഹമായി തുടരുന്നു. ഗ്ലാസ്ഗോയ്ക്കും എഡിൻബർഗിനും ഇടയിലുള്ള മനോഹരമായ സ്കോട്ടിഷ് പട്ടണമായ ബോണി ബ്രിഡ്ജ് ലോകത്തിലെ UFO ഹോട്ട്സ്പോട്ടാണ്. 1922 മുതൽ 2023 വരെയുള്ള കാലയളവിൽ 6000-ലധികം UFO സംബന്ധമായ കാഴ്ചകൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുകയുണ്ടായി. ഈ 6000-ലധികം വിസ്മയ കാഴ്ചകളും അസാമാന്യ പ്രകാശത്തോടെ നിശബ്ദമായി താണുപറന്ന് മിനിറ്റുകൾക്കകം ആയിരക്കണക്കിന് കിലോമീറ്റർ സ്പീഡിൽ മുകളിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷമാകുന്ന തളിക പോലുള്ള വാഹനങ്ങളായിരുന്നു. ഇരുണ്ട മലകൾക്കും മൂടൽമഞ്ഞ് നിറഞ്ഞ ഗ്ലൻസുകൾക്കുമിടയിൽ പലപ്പോഴും ചില തളിക പോലുള്ള വാഹനങ്ങൾ പൊങ്ങിക്കിടക്കുന്നത് അനേകം ആളുകൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ നിശബ്ദമായി ആകാശത്തേക്ക് ഉയർന്ന് അപ്രത്യക്ഷമാകുന്നു. ഈ വസ്തുക്കളെപ്പറ്റി വർഷങ്ങളായി തുടരുന്ന അന്വേഷണം ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. 1973 ഓഹിയോയിൽ നടന്ന പ്രസിദ്ധമായ UFO ദൃശ്യമാണ് കോയിൻ ഹെലികോപ്റ്റർ സംഭവം. ദൃക്സാക്ഷികളുടെയും US സൈനികരുടെയും വിവരണമനുസരിച്ച് ഒരു US ആർമി റിസർവ് ഹെലികോപ്റ്റർ ഓഹിയോയിലെ മാൻസ്ഫീൽഡിന് മുകളിലൂടെ പറക്കുന്നതിനിടെ വായുവിൽ പറക്കുന്ന വിചിത്രവും സിലിണ്ടറാകൃതിയിലുമുള്ള ഒരു വസ്തുവിനെ നേരിട്ട് കാണാനിടയായി. 100 അടിയിലധികം നീളമുള്ള അതിൻ്റെ ഉപരിതലത്തിൽ അനേകം ലൈറ്റുകൾ ഉണ്ടായിരുന്നു. നിലവിലുള്ള ഭൗതികശാസ്ത്ര നിയമങ്ങളെ ധിക്കരിക്കുന്ന തരത്തിൽ കാണപ്പെട്ട ഈ വസ്തു ആകാശത്തിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷമായി. 1947 ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിൽ റോസ്വെൽ UFO സംഭവം നടന്നു. അവിടെ ഒരു അന്യഗ്രഹ ബഹിരാകാശ പേടകം തകർന്നു വീഴുകയും US സൈന്യം അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു. ഈ അവശിഷ്ടങ്ങൾ ഏരിയ 51-ലുള്ള ഒരു രഹസ്യ സൈനിക താവളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതവിടെ പര്യവേഷണങ്ങൾക്കായി രഹസ്യമായി സൂക്ഷിക്കുകയും ഗവൺമെൻറ് ഈ കാര്യം മൂടിവെക്കുകയും ചെയ്തു. അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ട അനേകം പര്യവേഷണങ്ങൾ ഏരിയ 51-ൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അവസാനമായി വേറൊരു സംഭവം കൂടി പറയാം. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് സാധാരണ ആളുകളും സൈനികരും പൈലറ്റുമാരും ഒന്നുമല്ല എന്നതാണ് ഈ സംഭവം വ്യത്യസ്തമാക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ശ്രീ ജിമ്മി കാർട്ടർ 1969 ജോർജിയയിൽ വെച്ച് നിറം മാറി മാറി മറിയുന്ന ഒരു അജ്ഞാത വസ്തുവിനെ ആകാശത്ത് കാണാനിടയായി. ജോർജിയയിലെ ലീറിയിലുള്ള ലയൺസ് ക്ലബിന് പുറത്ത് ഒരു കൂട്ടം ആളുകളുടെ സംഘത്തോടൊപ്പമുണ്ടായിരുന്ന ജിമ്മി കാർട്ടർ ആകാശത്ത് നീല നിറത്തിൽ നിന്ന് ചുവപ്പാകുകയും പിന്നീട് വെള്ളയിലേക്ക് നിറങ്ങൾ മാറുന്ന ഒരു വസ്തു ആകാശത്ത് കാണാനിടയായി. മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് മൈൽ വേഗതയിൽ പറന്ന് അപ്രത്യക്ഷമായ ഈ വസ്തുവിനെപ്പറ്റി ജിമ്മി കാർട്ടർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഏകദേശം 12 മിനിറ്റ് നേരത്തേക്ക് ഡിസ്ക് രൂപത്തിലുള്ള ഈ വസ്തു ആകാശത്ത് ദൃശ്യമായിരുന്നു. ഈ സംഭവത്തെപ്പറ്റി അദ്ദേഹം അമേരിക്കൻ ഡിഫൻസ് യൂണിറ്റിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഒന്നും തന്നെ കണ്ടെത്താനും സാധിച്ചില്ല. UFO അനുഭവസ്ഥർക്കിടയിൽ ഈ സംഭവം പ്രാധാന്യത്തോടെ ഇപ്പോഴും അവശേഷിക്കുന്നു.
ഈ UFO അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് ശാസ്ത്രജ്ഞർ ഇതുവരെ കണ്ടുപിടിച്ച ഭൗതികശാസ്ത്ര നിയമങ്ങൾ തങ്ങൾക്ക് ബാധകമല്ലെന്ന രീതിയിൽ ആകാശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയും ആരും ഇന്നുവരെ കാണാത്ത രീതിയിൽ ആകാശത്ത് വിസ്മയങ്ങൾ തീർക്കുകയും ചെയ്ത ഈ UFOയെ പറ്റി ജിമ്മി കാർട്ടർ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സുരക്ഷാ പ്രശ്നം മുൻനിർത്തി ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അമേരിക്കൻ ഗവൺമെന്റ് തയ്യാറായില്ല. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ വാസയോഗ്യമായ അനേകം ഗ്രഹങ്ങളുണ്ടെന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കെപ്ലർ ബഹിരാകാശ ദൂരദർശിനിയുടെ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഗാലക്സിയിൽ തന്നെ 300 ദശലക്ഷമോ അതിൽ കൂടുതലോ ഗ്രഹങ്ങൾ വാസയോഗ്യമായ ലിസ്റ്റിൽ വരുന്നു എന്നതാണ്. UFO കാഴ്ചകളുടെ ഒരു ചെറിയ ശതമാനം വിശദീകരിക്കപ്പെടാതെ ഇന്നും തുടരുന്നു. എന്നാൽ കൂടുതൽ ദൃശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പര്യവേഷണം നടത്തുന്നവർക്ക് എന്തെങ്കിലും സോളിഡ് എവിഡൻസ് കിട്ടുന്നതുവരെ ശാസ്ത്രജ്ഞർ ഈ കാര്യം വിശദീകരിക്കുന്നില്ല. അതിനാൽ ഈ പറഞ്ഞ UFO അനുഭവങ്ങൾ ഏലിയൻസിന്റെ വാഹനമായ UFO അല്ലെങ്കിൽ പറക്കും തളികയാണ് എന്ന വിശ്വാസം ശാസ്ത്രം നിരാകരിക്കുന്നു. എന്തായാലും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ 300 ദശലക്ഷം വാസയോഗ്യമായ ഗ്രഹങ്ങളുണ്ടെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ കണക്കാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം വാസയോഗ്യമായ ഗ്രഹങ്ങൾ കാണും? US-ലെ കൊളറാഡോയിൽ 1974 അന്തരിച്ച പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ എഡ്വേർഡ് കോണ്ടനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പുതിയ UFO സംബന്ധമായ റിപ്പോർട്ടുകൾ പലതും അന്വേഷിച്ചു. ദൃക്സാക്ഷികളുടെ 5000-ഓളം കേസുകൾ കമ്പ്യൂട്ടർ സഹായത്തോടെ വിശകലനവും ഫോട്ടോഗ്രാഫി തെളിവുകളും പരിശോധിച്ചതിൽ മെച്ചപ്പെട്ട തെളിവുകൾ ലഭിക്കുന്നതുവരെ വിഷയം ഭാവനാത്മകമാണ് എന്ന് എല്ലാ ശാസ്ത്രജ്ഞരും വിശ്വസിക്കണമെന്ന് അദ്ദേഹം വാദിക്കുന്നു. അതിനർത്ഥം UFO എന്നത് ഇല്ല എന്നല്ല. വ്യക്തമായ തെളിവുകൾ കിട്ടുന്നതുവരെ ഈ വിഷയത്തെപ്പറ്റി പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് ശാസ്ത്രലോകത്തിന്റെ നിലപാട്. UFOയുടെ അസ്തിത്വത്തെ ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നു. പിന്നെ വേറെ ഒരു അഭ്യൂഹം നിലവിലുള്ളത് അമേരിക്ക ഏരിയ 51 എന്ന രഹസ്യ സ്ഥലത്ത് ഏലിയൻസ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളെ തടവിലാക്കി പഠനം നടത്തുന്നുണ്ട് എന്നതാണ്. എന്തായാലും ഇത് തെറ്റായ നിരീക്ഷണമാണ്. കാരണം ഭൂമിയിൽ കോടിക്കണക്കിന് പ്രകാശവർഷം ദൂരത്തു നിന്നും അന്യഗ്രഹ ജീവികൾ എത്തിയെങ്കിൽ അവർ എന്തായാലും നമ്മളെക്കാൾ ലക്ഷക്കണക്കിന് വർഷം ടെക്നോളജിപരമായി മുൻപിലായിരിക്കും. അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ വന്ന് ഒരു രാജ്യത്തിന്റെ തടവിൽ കഴിയാൻ നിന്നുകൊടുക്കുക എന്നത് അസംഭവ്യമാണ്. നമ്മുടെ ഭൂമിയിലെ അന്റാർട്ടിക് പ്രദേശങ്ങളിലും ഹിമാലയത്തിലെ ചില സ്ഥലങ്ങളിലും അന്യഗ്രഹ ജീവികൾ സന്ദർശനം നടത്തുന്നുണ്ടെന്ന ഒരു തിയറിയും നിലവിലുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭൂമിയിൽ ജീവനുള്ളതുപോലെ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് ട്രില്യൺസ് കണക്കിനുള്ള ഗ്രഹങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ജീവൻ കാണാൻ 100% സാധ്യതയുണ്ട്. അവർ ചിലപ്പോൾ ടെക്നോളജിപരമായി നമ്മളെക്കാൾ വളരെ മുൻപിലായിരിക്കുകയും ചെയ്യും. എന്നാൽ വ്യക്തമായ തെളിവ് കിട്ടാതെ ഈ കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രലോകം അംഗീകരിക്കില്ല എന്നത് തീർച്ചയാണ്. ഭാവിയിൽ പലതരത്തിലുള്ള ഏലിയൻസിനെയും നമ്മൾ കണ്ടുമുട്ടിയേക്കാം എന്നത് തീർച്ചയാണ്. നമ്മൾ മനുഷ്യർ ഭൂമിയിൽ തനിച്ചല്ല, ആരൊക്കെയോ വേറൊരു ലോകത്തിൽ നിന്നും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. So be careful, they are watching us.